രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിച്ച് പ്രവാസികൾ. ദുബായിലെ വിവിധ ഹൈന്ദവ ഗൃഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥ പറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം. രാമായണ ശീലുകളാൽ മുഖരിതമാണ് പ്രവാസ ലോകവും. മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമ്മ. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമ ജപങ്ങളുടെ നാളുകളാണ്. UAEയിൽ ഹൈന്ദവ ഗ്രഹങ്ങൾ രാമായണ ശീലുകളുടെ നിറവിലാണ്. ശിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജ മധ്യസ്ഥമാരായതു കുമാരനാം കൽപ്പിതും ദാതാവിനാലെന്തെന്നാലൊരുവരും രാഘവനേകം പറഞ്ഞിടിനോരനന്തരം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ട് തവ ഭീഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചെയ്തിച്ചു. ദുബായ് മുഹൈസന മലയാളി കൂട്ടായ്മയുടെ കർക്കിടക മാസത്തിൽ ആചരിക്കുന്ന രാമായണം എല്ലാ വിവിധ കുടുംബങ്ങളിൽ ഒരു മാസത്തോളമായി നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. നമ്മൾ ജോലി സമയം കഴിഞ്ഞിട്ട് എല്ലാവരും പ്ലാൻഡ് ആയിട്ടാണ് ഈ മാസത്തിൽ നമ്മൾ നടത്തി വരാറുള്ളത്. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് നേരിട്ട് ഇതിനു വേണ്ടി വരികയല്ല. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണ പാരായണം തുടങ്ങിയവരും ധാരാളമുണ്ട്. ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ദിനിജപതികോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാദൂരം ഭവൽസ്വരൂപിണം ഭവഭീവിരഹിതം. ഞാനും ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെങ്കിൽ നമുക്ക് അതിനോടുള്ള ആ ഇഷ്ടം കാരണം, രാമായണത്തോടുള്ള ഇഷ്ടം, നമ്മൾക്കെല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്നൊന്ന് സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരം. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് എല്ലാവരും മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാവരും എത്താറുണ്ട്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAEയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. അശോക വനികയിലാണ് സീതാദേവിയെ പാർപ്പിക്കുന്നത്. അവിടെ ശിംശിബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരുപാട് രാക്ഷസിമാരെ കാവൽ നിർത്തി അവിടെ ദേവിയെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ നമ്മൾ ആ സീതാ അപഹരണത്തിൻ്റെ നാട്ടിലേക്കാൾ ഭക്തി നിർഭരമാണ് പ്രവാസ ലോകത്തെ രാമായണ മാസാചരണം. രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.